അതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സംഭാവന തന്ന രണ്ട് പിതാക്കന്മാരാണ് കപ്പദോക്യൻ പിതാക്കന്മാരെന്നറിയപ്പെടുന്ന മോർ ഗ്രിഗോറിയോസും മോർ ബസേലിയോസും. അവരുടെ സംഭാവന ഇത് വളരെ വലുതാണ്. ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ എന്ന് പറയപ്പെടുന്ന നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് ഹൃദയം കഴിഞ്ഞിട്ടുള്ള മുമ്പുടികളിൽ നിർവാഹത്തിൽ എന്ന ഗാനം എല്ലാവരും പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ അകത്ത് നടക്കുന്ന രഹസ്യ പ്രാർത്ഥനയിൽ അപ്പവീഞ്ഞുകൾ തമ്മിൽ അത് പരസ്പരം അത് കലർത്തുന്ന മിക്സ് ചെയ്യുന്നൊരു ഭാഗമാണ്. അവിടെ ഈ ശരീരം ഈ രക്തത്തിൻ്റെതാകുന്നുവെന്നും ഈ രക്തം ഈ ശരീരത്തിൻ്റെതാകുന്നുവെന്നും പറഞ്ഞുകൊണ്ട് പരിശുദ്ധ തിരുശരീര രക്തങ്ങൾ അത് പരസ്പരം അത് കലർത്തുന്ന ഒരു ഭാഗമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകളെല്ലാം അത് സഭയിൽ ക്രമീകരിക്കപ്പെട്ടത് ഈ പിതാക്കന്മാരുടെ വലിയൊരു സംഭാവന കൂടിയാണ് എന്നുള്ളത് ഞാൻ ഈ സമയം പ്രത്യേകമായിട്ട് നിങ്ങളെ ബോധിപ്പിക്കട്ടെ. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദാനം വഴിയായി അബ്രഹാം തൻ്റെ എല്ലാ ഇസ്മായേൽ മുതലുള്ള എല്ലാ സന്തതി പരമ്പരയും ഇസഹാക്കിന് ജന്മം ലഭിച്ചതിന് ശേഷം 8-ാം ദിവസം പരിച്ഛേദന കഴിപ്പിച്ചു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. നമ്മുടെ കർത്താവും അപ്രകാരം പരിച്ഛേദന ഏൽക്കപ്പെട്ടു എന്ന് പരിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും സ്വർഗ്ഗാരോഹണത്തിന് ശേഷം സഭയിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ട നമ്മുടെ ആ ചേലാകർമ്മമെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആണ് എന്നുള്ള കാര്യം പരിശുദ്ധ സഭ നമ്മളെ ഓർമ്മിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തോടുള്ള ഒരു വിരക്തി അതെപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. പട്ടക്കട ശുശ്രൂഷയിൽ വൈദികരുടെ അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിയുടെ തലമുടി മുറിക്കുന്ന സമയത്ത് ശിരോരോമം മുറിക്കുന്ന സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ്: പരിത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ലോകപരമായ സകല ആസക്തികളിൽ നിന്നുള്ള മോചനത്തിൻ്റെ പ്രതീകമായി ഇന്നയാളുടെ ശിരോരോമങ്ങൾ മുറിക്കപ്പെടുന്നു എന്നാണ്. ലോകത്തോടുള്ള ആസക്തിയിൽ നിന്ന് ഒരു വൈദികൻ, ഒരു ശമാശൻ, സഭയിലെ ഏത് സ്ഥാനത്തേക്ക് വരുന്ന വ്യക്തിയാണെങ്കിലും അവര് അകന്നു നിൽക്കണം എന്നുള്ളതാണ് പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നത്. സഭാമക്കളും പ്രകാരം തന്നെ ആയിരിക്കണം. നാം ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ എല്ലാം നമുക്ക് എൻജോയ് ചെയ്യുവാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്കുണ്ടെങ്കിലും ദൈവമക്കളെന്നുള്ള നിലയ്ക്ക് നാം പാലിക്കേണ്ട ആഗ്രഹങ്ങളൊക്കെ നമ്മൾ പാലിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ചെയ്യുന്ന ചില പ്രവൃത്തികളുണ്ട്. ഒന്ന്, നാം ചിരിക്കും, കരയും, ദേഷ്യപ്പെടും, ചിലപ്പോൾ നമ്മൾ മൗനമായിട്ട് ഇരിക്കും. ഇനി ഈ കാര്യങ്ങൾ 4 സാധാരണ മനുഷ്യർക്കെല്ലാം ഉള്ളതാണ്. എന്നാൽ ചിലർക്ക് മാത്രമുള്ളൊരു കാര്യമാണ് മറ്റുള്ളവരെ കളിയാക്കുക, അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിൽ മുഖവും ശരീരവും ഒക്കെ എന്തെങ്കിലും രീതിയിലുള്ള ആക്ഷനൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത്. ആ ഭാഗത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ സന്തോഷിക്കുന്നത് എപ്പോഴും, അല്ലെങ്കിൽ അവൻ സന്തോഷിക്കുന്നത് എപ്പോഴും ജീവിതത്തിലെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നേടിയത് കാണുമ്പോഴാണ് നാം ചിരിക്കുന്നത്. നാം കരയുന്നത് പലപ്പോഴും ആ ചിരിയോട് ചേർന്നുള്ള കരച്ചിൽ ചിലപ്പോൾ കാണുന്നു. ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് പലതും സംഭവിക്കുമ്പോൾ നാം വിങ്ങിപ്പൊട്ടി നാം കരയുന്നു, നാം ദേഷ്യപ്പെടും. അത് സ്ഥിരമായിട്ടുള്ളൊരു രീതിയല്ല. എന്നാൽ അനീതി കാണുമ്പോൾ ഉത്തരവാദിത്തത്തിന് മുൻപിൽ മക്കളോടും നമ്മുടെ ജീവിത സാഹചര്യത്തിലെ പല മേഖലകളിലൊക്കെ നമ്മൾ ദേഷ്യപ്പെടേണ്ടി വരും. എന്നാൽ പലപ്പോഴും നമ്മൾ മൗനമാകുന്നത് എപ്പോഴാണ്? ഞാൻ പറയുന്ന കാര്യത്തിന് ഒരു വിലയും കിട്ടുന്നില്ല എന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ മൗനമാകും. ചിലപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് നാം ശിക്ഷ ഏൽക്കേണ്ടി വരുമ്പോൾ അവിടെയും നാം മൗനം ചെയ്യും. പ്രിയമുള്ളവരെ, ഈ മൗനം, സൈലൻസ് എന്ന് പറയുന്നത് അത് വലിയൊരു മരുന്നാണ്. യേശുക്രിസ്തു ചില സമയത്തൊക്കെ മൗനം ഭുജിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പാപിനിയായ സ്ത്രീയെ കല്ലെറിയുവാനായിട്ട് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ വന്നവരെല്ലാവരും പറഞ്ഞു, ഇവൾ
നിയമപ്രകാരം അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാണ്, അതുകൊണ്ട് നീ ആദ്യം കല്ലെറിയണമെന്ന് യേശുദമ്പുരാൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം വചനത്തിൽ നാം വായിക്കുന്നവൻ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാണ്. എല്ലാവരും പോയി. അതിനുശേഷം കർത്താവ് അവളോട് ചോദിച്ചു, അവർ നിന്നെ വിധിച്ചില്ല? ഞാൻ നിന്നെ വിധിക്കുന്നില്ല, ഇനിമേലാൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. നാം ഈ 2025 നാം ദേഷ്യപ്പെട്ടതും നാം കരഞ്ഞതും നാം കളിയാക്കിയതുമൊക്കെ ജീവിതത്തിൽ ചിലത് നമുക്ക് നേടിയെടുക്കാൻ പറ്റാഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ സ്നേഹബന്ധത്തിൽ വലിയ വിള്ളലുകളൊക്കെ വന്ന് നടക്കും. എന്നാൽ ചില സമയത്തൊക്കെ യേശുക്രിസ്തു മൗനം പാലിച്ചതുപോലെ നാം മൗനം പാലിക്കുന്നുവെങ്കിൽ ആ മൗനത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും. സ്ഥിരമായി മൗനമായിട്ടിരിക്കുക എന്നുള്ളതല്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഞാൻ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, അത് ഞാനല്ല ചെയ്യുന്നത്, എന്നിൽ വസിക്കുന്ന പാപമത്രേ ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മെ കൊണ്ട് ഓരോ തെറ്റും ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന് വിരുദ്ധമായ ആത്മാവാണ്. അത് മാറിപ്പോകണം. അത് ഈ മനുഷ്യനെ കൊണ്ട് അത് ഇറക്കി വിടാനായിട്ട് സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ വരുന്ന ബന്ധങ്ങളിലൊക്കെ നമ്മൾ 2026 മുതൽ അങ്ങോട്ട് അല്പം കൂടി ഒന്ന് ഒരു പുനർചിന്തനം നടത്തുവാനായിട്ട് നാം ശ്രദ്ധിക്കണം. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും തമ്മിൽ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കിന്